ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 2025 കേരള പുരസ്കാരങ്ങളാണ്. അപ്പോൾ കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ 3 പുരസ്കാരങ്ങൾ ഉൾപ്പെട്ടതാണ്. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. 3 പുരസ്കാരങ്ങളും നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നോക്കാം കേരള ജ്യോതി പുരസ്കാരം. അപ്പൊ 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കേരള ജ്യോതി പുരസ്കാരം MR രാഘവ വാര്യർ. MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, ചരിത്രം എന്നീ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ്. ഒന്നുകൂടെ പറയാം, കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് MR രാഘവ വാര്യറാണ്, വിദ്യാഭ്യാസം, ചരിത്രം എന്നീ മേഖലകളിലെ സംഭാവനകൾക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം കേരള ജ്യോതി പുരസ്കാരം? അപ്പൊ കേരള ജ്യോതി പുരസ്കാരം എന്ന് പറയുമ്പോൾ തീ എന്ന് കണക്ട് ചെയ്യാലോ. ഇവിടെ നമുക്ക് തീപ്പന്തം എന്ന് കണക്ട് ചെയ്യാം. തീപ്പന്തം എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ തീപ്പന്തം പിടിച്ചു നിൽക്കുന്ന വാരിയേഴ്സ്, ഓർക്കാലോ, തീപ്പന്തം പിടിച്ചിരിക്കുന്ന വാരിയേഴ്സ് എന്നാൽ യോദ്ധാക്കൾ, പോരാളികൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അല്ലെ. അപ്പൊ തീപ്പന്തം പിടിച്ചിരിക്കുന്ന യോദ്ധാക്കൾ, വാരിയേഴ്സ് എന്ന് ഓർക്കാം. അപ്പൊ വാരിയേഴ്സ് എന്നതിൽ നിന്ന് രാഘവ വാര്യർ എന്ന് കണക്ട് ചെയ്യാലോ. തീപ്പന്തം പിടിച്ചു നിൽക്കുന്ന വാരിയേഴ്സ് എന്നതിൽ നിന്ന് രാഘവ വാര്യർ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോ 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർക്കാണ്. ഇനി നോക്കൂ, കേരള പ്രഭാ പുരസ്കാരം 2025 കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ആർക്കൊക്കെയാണ്? അപ്പൊ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഒരാൾക്കാണ്, കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ് നൽകി വരാറ്. അപ്പോ 2025 ലഭിച്ചത് PB അനീഷ്, ഡോക്ടർ രാജശ്രീ വാര്യർ, 2 പേർക്കാണ് 2025 കേരള പ്രഭാ പുരസ്കാരം. PB അനീഷ്, ഡോക്ടർ രാജശ്രീ വാര്യർ. അപ്പോ PB അനീഷിന് കൃഷിയാണ് അല്ലെ, അദ്ദേഹം ബന്ധപ്പെട്ട മേഖല ചോദിച്ചാല് കൃഷിയാണ്. ഡോക്ടർ രാജശ്രീ വാര്യർ കലാനൃത്തമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കേരള പ്രഭാ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പ്രഭു എന്ന് കണക്ട് ചെയ്യാം. പ്രഭു. അപ്പോ പണ്ട് കാലങ്ങളിൽ പ്രഭുവിന് മുന്നിൽ നമ്മൾ പലതും സമർപ്പിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നോക്കൂ, നമ്മൾ കൃഷി ചെയ്ത് ലഭിക്കുന്ന കൃഷിയുടെ ഒരു ലാഭം നമ്മൾ പ്രഭുവിന് മുന്നിൽ സമർപ്പിക്കാറുണ്ട്. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പോവാം. അപ്പോ പ്രഭുവിന് മുന്നിൽ എന്താണ് സമർപ്പിക്കുന്നത്? കൃഷി ചെയ്ത് ലഭിച്ചിട്ടുള്ള ആ ഒരു പങ്ക് പ്രഭുവിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്താണ് കൃഷി ചെയ്ത് ലഭിച്ചത്? പയറും ബീൻസും എന്നോർക്കാം. പയറും ബീൻസും. അതിൽ നിന്ന് PB എന്ന് കണക്ട് ചെയ്യാം. പയറും ബീൻസും അല്ലെ. പ്രഭു ചോദിക്കുകയാണ്, എന്താണ് കൃഷി ചെയ്ത് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? കുറച്ച് പയറും ബീൻസും ആണ് എന്നതിൽ നിന്ന് അനീഷ് എന്നും കണക്ട് ചെയ്യാലോ. ജസ്റ്റ് ഒരു കണക്ഷൻ അല്ലെ. PB അനീഷ്. അപ്പോ പ്രഭുവിന് മുന്നിൽ കൃഷി ചെയ്ത കൃഷിയുടെ ഒരു ലാഭം സമർപ്പിച്ചു. എന്താണ് കൃഷി ചെയ്തത്? പയറും ബീൻസും. അപ്പൊ PB പയറും ബീൻസും അല്ലെ. PB എന്ന് കണക്ട് ചെയ്യാം. പയറും ബീൻസും ആണ് എന്നതിൽ നിന്ന് അനീഷ്, എന്ന് വെച്ച് അക്ഷരം തുടങ്ങുന്നു എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. ഇനി നോക്കൂ, അതുപോലെ നമുക്ക് കണക്ട് ചെയ്യാലോ. പ്രഭുവിന് മുന്നിൽ, രാജാവിന് മുന്നിൽ നൃത്തം ചെയ്യാ അല്ലെ. നൃത്തം ചെയ്യുന്നത് ആരാണ്? സ്ത്രീയാണ്. രാജാവിന് മുന്നിൽ നൃത്തം ചെയ്തത് ആരാണ്? സ്ത്രീ എന്നതിൽ നിന്ന് രാജശ്രീ എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ രാജാവിന് മുന്നിൽ എന്തൊക്കെ സമർപ്പിച്ചു? ഒരാള് നൃത്തം ചെയ്തു അല്ലെ. ഒരു സ്ത്രീ നൃത്തം ചെയ്തു. ഒരാൾ എന്ത് ചെയ്തു? കൃഷിയുടെ ഒരു വിഹിതം രാജാവിന്, പ്രഭുവിന് മുന്നിൽ സമർപ്പിച്ചു. എന്താ കൃഷി ചെയ്ത് കിട്ടിയിട്ടുള്ളത്? പയറും ബീൻസുമാണ്. അപ്പൊ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചു വെച്ചൂടെ? അപ്പൊ കേരള പ്രഭാ പുരസ്കാരം PB അനീഷ്, ഡോക്ടർ രാജശ്രീ വാര്യർ. ഇനി നോക്കൂ, കേരള ശ്രീ പുരസ്കാരം. അപ്പോ 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജിലുമോൾ മരിയറ്റ് തോമസ്, MK വിമൽ ഗോവിന്ദ്, TKM ഷഹൽ ഹസൻ മുസ്ലിയാർ, ശശികുമാർ, അഭിലാഷ് ടോമി. 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജിലുമോൾ മരിയറ്റ് തോമസ്, വിവിധ മേഖലകളിലെ സംഭാവനകൾക്കാണ് ജിലുമോൾ മരിയറ്റ് തോമസിന് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. MK വിമൽ ഗോവിന്ദ്
MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് ആണ്, അദ്ദേഹത്തിന്റെ മേഖല ചോദിച്ചാൽ സ്റ്റാർട്ടപ്പ് ആണ്. TKM ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം, ശശികുമാർ മാധ്യമപ്രവർത്തനം, അഭിലാഷ് ടോമി കായികം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരം ചോദിച്ചാൽ ആരാണ്? അഭിലാഷ് ടോമിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. അപ്പോ കേരളത്തിലെ ഒരു സ്ത്രീയോട് പറയുന്ന കാര്യമാണ് കേട്ടോ. മോളെ, നമുക്ക് എങ്ങനെ ഓർക്കാം? കോഡ് ഇതാണ്: മോളെ, മോളെ വിമലെ, മോളെ വിമലെ ഹസ്, മോളെ വിമലെ ഹസ് ശശി. ആരാണ്? ശശി. മോളെ ഹസ് ശശി ലാവിഷാണോ? എന്താ ചോദിക്കുന്നത്? മോളെ വിമലെ ഹസ് ശശി ലാവിഷാണോ? അപ്പൊ മോളെ എന്നതിൽ നിന്ന് ജിലുമോൾ എന്ന് കണക്ട് ചെയ്യാലോ. വിമലെ എന്നതിൽ നിന്ന് MK വിമൽ കണക്ട് ചെയ്ത് വെക്കാം. ഹസ് എന്നതിൽ നിന്ന് ഷഹൽ ഹസൻ മുസ്ലിയാർ, ഹസ് എന്നതിൽ നിന്ന് ഹസൻ മുസ്ലിയാർ കണക്ട് ചെയ്ത് വെക്കാം. ശശി ശശികുമാർ. ലാവിഷാണോ എന്നതിൽ നിന്ന് അഭിലാഷ് എന്ന് കണക്ട് ചെയ്യാലോ. ലാവിഷാണോ എന്നതിൽ നിന്ന് അഭിലാഷ് എന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ? അപ്പൊ മോളെ വിമലെ ഹസ് ശശി ലാവിഷാണോ എന്നോർത്താൽ കേരള ശ്രീ പുരസ്കാരം ലഭിച്ച 5 പേരെ നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കാലോ. അപ്പൊ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക് യു.